ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എങ്ങനെയാണ് സബ് കോൺട്രാക്ടുകൾ ഉണ്ടായിരിക്കും? ഇപ്പൊ കോൺട്രാക്ട് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സബ് കോൺട്രാക്ടുകൾ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ നടക്കുന്നു, എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല. ഗുരുതരമായ കൃത്യവിലോപം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചെറിയൊരു വിള്ളലാണോ? എന്നിട്ട് സർവീസ് റോഡിൽ കൂടി ആളുകൾ പോവാണ്. സർവീസ് റോഡ് ഓവിലാലാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് പണിയുന്നതിന്റെ കാര്യം, ഇതെങ്ങനെയാണ് പണിയുന്നത്? ഇതിനാണ് പൈസ ഇടുന്ന. നിങ്ങൾക്ക് ഫ്യൂവലിൽ നിന്ന് മേടിക്കുന്ന റോഡ് സെസ് എത്രയെന്ന് അറിയോ? ഈ അടുത്ത കാലം വരെ 18 രൂപയായിരുന്നു ഒരു ലിറ്ററിൽ നിന്ന് മേടിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 12-13 ലക്ഷം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട്. ആ കാശ് ഉപയോഗിച്ച്, നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചാണ്. ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ്, എന്താണ്, ബൈക്കിന് പ്രവേശനമില്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനമില്ല. ഈ ബൈക്കുകാരന്റെയും ഓട്ടോറിക്ഷക്കാരന്റെയും കാശ് മേടിച്ചിട്ടാണ് ഇത് പണിതേക്കുന്നത്. അവരടിച്ചേക്കുന്ന പെട്രോളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ 18 രൂപ. മനസ്സിലായോ? അങ്ങനെ ചെയ്ത പൈസയാണിത്, അല്ലാതെ ആരും കൊണ്ടുവന്നും കൂടെ ഇറക്കിയതൊന്നുമല്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട്. എന്നിട്ടാണ് ഇതിൽ അപാകത നിൽക്കുന്നത്.